ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഏപ്രിൽ 5. അമേരിക്കയ്ക്കെതിരെ മിണ്ടാട്ടമില്ലാതെ മോദി. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാനുള്ള ഒറ്റമൂലിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയ ലോക വ്യാപാര യുദ്ധവും പ്രതികാര ചുങ്കവും ഇന്ത്യക്ക് കടുത്ത ആഘാതമായിരിക്കും. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടും ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്തത് മോദി സർക്കാരിന്റെ അമേരിക്കൻ ദാസ്യത്തിന്റെ തെളിവാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് മോദി തന്നെ അവകാശപ്പെടുമ്പോഴും ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന തീരുവ വർധനയ്ക്കെതിരെ മിണ്ടാനുള്ള ധൈര്യം പോലും മോദിക്കില്ലാതായി. രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം പുകഴ്ത്തുന്ന BJPയുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 27% ഇറക്കുമതി തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും അമേരിക്കയിൽ ലഭ്യമല്ലാത്തതുമായ മരുന്നുകൾ, സെമി കണ്ടക്ടറുകൾ, ഊർജം, ചില ധാതുക്കൾ എന്നിവ ഒഴികെയുള്ളവയ്ക്കെല്ലാം ഉയർന്ന തീരുവ ചുമത്തി. 20% ചുങ്കമാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 27% ആക്കിയതോടെ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനം എന്താണെന്ന് വ്യക്തമായി. അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ അവിടെ പോയി ട്രംപിന്റെയും മസ്കിന്റെയും കാലുപിടിച്ചും മോട്ടോർ വാഹനങ്ങളുടെയും വിസ്കിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചും മോദി നടത്തിയ ശ്രമങ്ങളെല്ലാം പൂർണ്ണമായി പാഴായി. ഇന്ത്യയുമായി വലിയ തോതിലുള്ള വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യമാണ് അമേരിക്ക. പ്രതികാര ചുങ്കത്തോടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാവുക. പഴങ്ങൾ, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനം, കശുവണ്ടി ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, മാംസം, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലുണ്ടാകുന്ന പ്രതിസന്ധി ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. നികുതി വർധനയോടെ അമേരിക്കൻ കമ്പോളത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ആവശ്യക്കാർ ചുരുങ്ങുകയും ചെയ്യും. ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ തകരുന്നതായിരിക്കും ഫലം. കഴിഞ്ഞ വർഷം $258 കോടി കാർഷികോൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. US വാണിജ്യ വകുപ്പിന്റെ കണക്കു പ്രകാരം 12,900 കോടി ഏകദേശം 11 ലക്ഷം കോടി രൂപ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയുമായി ഉണ്ടായത്. അമേരിക്കയുടെ പുതിയ തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യയുടെ കയറ്റുമതിയിൽ ചുരുങ്ങിയത് $1,500 കോടി ഇടിവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കാർഷിക മേഖലയ്ക്കും സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും ഉണ്ടാകുന്ന തിരിച്ചടി കേരളത്തെയും പ്രതികൂലമായി ബാധിക്കും. 2023-24 വർഷം 21,734 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. ഇതിൽ 1000 കോടി കേരളത്തിൽ നിന്നായിരുന്നു. കാർഷികോൽപ്പന്ന കയറ്റുമതി 42,635 കോടി രൂപയുടേതായിരുന്നു. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് US. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 400 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് US-ലേക്ക് കയറ്റി അയച്ചത്. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ ഇതെല്ലാം നിലയ്ക്കാനാണ് സാധ്യത. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻ സാമ്പത്തിക ശക്തിയെ വളർന്നതും ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേൽക്കോയ്മ തകർന്നതും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അമേരിക്കയുടെ ലോക വ്യാപാര യുദ്ധ നീക്കത്തിന് പിന്നിൽ. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്ന പേരിലാണ് ഇറക്കുമതി തീരുവ 10 മുതൽ 40% വരെ വർദ്ധിപ്പിച്ചത്. റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ 25 മുതൽ 50% വരെ അധിക നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം കൂടി പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രഹരമായിരിക്കും. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നിട്ടും വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന മോദിയുടെ മൗനം ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്തുന്നതാണ്. ഇന്ത്യയെ അമേരിക്കയുടെ അടിമരാജ്യമാക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിരോധം തീർക്കാൻ രാജ്യസ്നേഹികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നില്ലെങ്കിൽ വലിയ ആപത്താകും നേരിടേണ്ടി വരിക.